എന്താ മന്ദാകിനി ഇതിനകത്ത് നടക്കുന്നത്? ഏതവനാ ഇതിനകത്ത് കേറിയത്? ഏതവനാ കേറിയത്? ഞാനാരും കണ്ടില്ല. കണ്ട ഒരു കുട്ടി അവിടെ കിടന്ന് നിലവിളിച്ചോണ്ടിരിക്കുന്നു. മന്ദാകിനി ഇതൊന്നും അറിയുന്നില്ലേ? ഗേറ്റിൽ ഒരു സെക്യൂരിറ്റി ഉണ്ടായിട്ടാണോ ഒരുത്തൻ ഇതിനകത്ത് കയറിയത്? ആദ്യം നീ നിന്റെ ജോലി കൃത്യമായിട്ട് ചെയ്യും. അത് കഴിഞ്ഞ് മതി എന്നെ കുറ്റപ്പെടുത്തുന്നത്. ആ തർക്കം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഏതായാലും പോലീസിനെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. ഏതവനാണെങ്കിലും അവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. ഇതിവിടെ പല ആവർത്തിയായി. മാഡം മാഡം, ഒരുത്തൻ ഇവിടെ കയറി എന്നുള്ളത് സത്യാണോ? സത്യമാണോ കള്ളമാണോ എന്ന് ആളെ കയ്യിൽ കിട്ടുമ്പോ അറിയാലോ. എന്നാ പോലീസ് വന്നിട്ട് കാര്യമില്ല മാഡം. പോലീസിന് ഇതിലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മുടെ കയ്യിൽ നിൽക്കില്ല മാഡം. നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഇത് സംഗതി മറ്റേതാ. ഏത്? ഞാൻ മാഡത്തിനോട് പറയാറില്ല, ആ പ്രേതാത്മാവായിരിക്കും ആ കുട്ടി കണ്ടത്. മന്ദാകിനി, പ്രേതാത്മാവിന്റെ രീതി ഇങ്ങനെ മാഡം. ഒരാളെ കാണിക്കും, വേറെ ആരെയും കാണിക്കില്ല, എന്നിട്ട് ഒളിച്ചിരുന്ന് അടിച്ചിടും. മന്ദാകിനിയുടെ പൊട്ടത്തരം ഒന്ന് നിർത്ത്. അമ്പിളി, നിങ്ങൾ ആ ഭാഗത്ത് പോയി നോക്ക്. മന്ദാകിനി വാ. മാഡം ചെല്ല് മന്ദാകിനി. ഓ പിന്നെ ഇവളിപ്പോ ഗോസ്റ്റിനെ പിടിച്ചത് തന്നെ. എന്റെ പൊന്നു ഗോസ്റ്റ്, ഓരോട്ടി ഇവൾക്ക്. അമ്പിളി, നീ ശരിക്കും ആളിനെ കണ്ടതാണോ അതോ നിഴലെന്തേലും ആണോ? ഞാൻ ആളെ ശരിക്കും കണ്ടു. ഒരാള് മെസ്സിന്ന് ഇറങ്ങി ഓടിപ്പോയി. അതൊരു പുരുഷനാ. ആളെ എനിക്കറിയാൻ പറ്റിയില്ല. പക്ഷെ അയാൾ ഇതിനകത്ത് തന്നെ ഉണ്ട്, അതെനിക്ക് ഉറപ്പാ. ഇവിടെ കണ്ടത് നമ്മുടെ ആരോനെ തന്നെയാന്ന് തോന്നുന്നു. അവൻ നമ്മുടെ മുറിയിലില്ല. അവനായിരിക്കാനാ സാധ്യത. അയ്യോ, ഇത് പണിയാവോ? അവനാണെങ്കിൽ അവൻ അപ്പൊ തന്നെ മുങ്ങിയിട്ടുണ്ടാവും. നിങ്ങൾ എന്റെ കൂടെ വാ, നമുക്ക് എല്ലാവർക്കും ആ ഭാഗത്ത് പോയി നോക്കാം. ശ്രുതി, ശ്രുതി ആരെയാ കണ്ടത്? ഒരു പുരുഷനെ തന്നെയാണോ? ആണ്, അതൊരു പുരുഷൻ തന്നെയാ. എന്നെ കണ്ടിട്ട് അവൻ ഓടിപ്പോയി. ആളിനെ നിനക്ക് മനസ്സിലായില്ലേ? മുഖം ശരിക്ക് കാണാൻ പറ്റിയില്ല മാം. നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഇല്ല മാം, ഞങ്ങളാരും കണ്ടില്ല. ശ്രുതി എന്ന് പറഞ്ഞപ്പോഴാ ഞങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞ. ഇവളുടെ നിലവിളിയും ബഹളം കേട്ടാ ഞങ്ങൾ ഓടി വന്നത്. എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് അകത്ത് കയറിയവൻ പുറത്ത് ചാടി രക്ഷപ്പെട്ടു കാണും. അവൻ പോയ ശേഷം നമ്മൾ അന്വേഷിച്ച് നടന്നിട്ട് എന്താ കാര്യം? അകത്ത് കയറിയവൻ പുറത്തു പോയതായി നിങ്ങൾ ആരും കണ്ടില്ലല്ലോ? ഇല്ല, ഞങ്ങളാരും കണ്ടില്ല മാം. അവൻ പുറത്തു പോയെങ്കിൽ അക്കാര്യം ഉറപ്പാക്കണമല്ലോ. ശ്രുതി, എവിടെയാ നീ അവനെ കണ്ടത്? ഞാൻ കാണിച്ചു തരാം മാം, വരും. ഇതിനകത്ത് കയറിയവൻ ഏതവനാണെങ്കിലും അവൻ ഈ കോമ്പൗണ്ടിനുള്ളിൽ ഇനി മേലിൽ കാല് കുത്തില്ല. ശ്രുതി, എന്റെ കൂടെ വാ. ആരവന്റെ കാര്യം പ്രശ്നത്തിലാവും. മാം ആരവിനെ കണ്ടുപിടിച്ച് അടങ്ങുന്നുള്ള ഭാവത്തിൽ ഇപ്പൊ പോയിരിക്കുന്നത്. അവൻ എവിടെ പോയിരിക്കുന്നെന്ന് അറിയത്തില്ലല്ലോ. ഞാനിവിടെ തന്നെ ഉണ്ട്. എടാ നിന്നെ ശ്രുതി കണ്ടത്. നീ എന്തിനാ അവളുടെ മുമ്പിൽ ചെന്ന് പെട്ടെന്ന്? ഒളിച്ചേർന്ന് നിന്റെ ഈ സ്വഭാവം മാത്രം പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലോ. അതാ ഇപ്പൊ കുഴപ്പമായത്. നിങ്ങൾ ഇങ്ങനെ ബഹളം വെക്കാതെ. ശ്രുതി കണ്ടത് എന്നെ അല്ല. ഈ ഹോസ്റ്റലിനകത്ത് നീ ഒരു പുരുഷൻ മാത്രല്ലേ ഉള്ളൂ. നീ അല്ലാതെ പിന്നെ വേറെ ആരെ കണ്ടെന്നാ അവള് പറയുന്നത്? ശ്രുതി കണ്ടത് മറ്റൊരാളെയാ. അതാര്? ആ രുദ്രൻ ഇഷാൻ ഇതിനകത്ത് നുഴഞ്ഞു കയറിയിട്ടുണ്ട്. രുദ്രനും ഇഷാനോ? അവന്മാർ ഇതിനകത്ത് കയറിയിട്ടുണ്ടോ? എന്തിനാ?